നമസ്കാരം. നമസ്കാരം. വെറൈറ്റി സംഭവം അല്ലേ? നമുക്കൊരു വെറൈറ്റി സംഭവം കാണാം. കാരണം നമ്മൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനൊരു സാധനം ഉണ്ടോന്ന്. വേറെ കുറച്ച് സാധനം ഉണ്ട്, അതൊക്കെ കാണാം. അതെല്ലാം കാണാം. ഇതിന് മെയിൻ ആയിട്ടുള്ള സംഭവം 1950-കളിൽ ഇറങ്ങിയ ഒരു സാധനമാണ്. ഫ്രിഡ്ജാണ്, പക്ഷെ മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്നതാണ്. മണ്ണെണ്ണ പ്രവർത്തിക്കും. കമ്പനി ഇവിടെ ഉണ്ട്, ഇലക്ട്രോളക്സ് എന്ന് പറയും കമ്പനിയാണ്. ഇത് തുറന്നു കണ്ടാലോ? ഇപ്പുറത്ത് വന്നേ. മണ്ണെണ്ണ പ്രവർത്തിക്കുന്ന ഫ്രിഡ്ജിന്റെ ഉൾഭാഗം തുറക്കാൻ പോവാതെ ഇത് കണ്ടോ. ഇത് ഇന്നത്തെ ഫ്രിഡ്ജിന്റെ കൂട്ട് തന്നെ നല്ല വെടിക്കെട്ടായിട്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഉപയോഗിച്ച മെറ്റീരിയൽ എന്താന്നുള്ളതാ, അത്ര ക്വാളിറ്റിയാണ്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് മണ്ണെണ്ണയുടെ എല്ലാ സംഭവങ്ങളും. ഇതിനകത്ത് ടാങ്ക് തുറന്നിട്ട് ടാങ്കിനകത്ത് നമ്മൾ മണ്ണെണ്ണ ഒഴിക്കും. ഇത് തുറക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. മണ്ണെണ്ണ ഒഴിക്കും. എന്നിട്ട് ഇവിടെ എല്ലാം കറക്റ്റ് ചെയ്ത് മണ്ണെണ്ണയുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയാണ് ഇവിടെയാണ് ഓൺ ആക്കുന്നത്. ഇതുണ്ടോ, അനങ്ങുന്നുണ്ടോ? ഇതെല്ലാം ഓൺ ആക്കിയ ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട് ഫ്രിഡ്ജിനെ, കൃത്യമായിട്ട് എല്ലാം ഉണ്ട്. എന്നിട്ട് ഇത് ഓൺ ആക്കിയിട്ട് നമുക്ക് ബാക്കി കമ്പനി ഇതാണ് കേട്ടോ, ഇലക്ട്രോളക്സ്. നിങ്ങൾ നോക്കിയാൽ കാണാം, നെറ്റിലൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിന്റെ ഈ ബോഡി എന്താന്ന് പറയും, 4 പേര് വേണം എടുക്കണമെങ്കിൽ. നല്ല വെയിറ്റ്. അതെ, ഇത് കണ്ടോ, ബാക്കിലോട്ട് വന്നാൽ ഇത് കണ്ടോ, ഇതാണ് സിസ്റ്റം. ഇവിടെ നമ്മൾ ആ മണ്ണെണ്ണ കാര്യം പറഞ്ഞോ, ഇവിടെ തിരിയിട്ട് കത്തിച്ചിട്ടാണ് പ്രവർത്തിക്കണം. കത്തിക്കുമോ മണ്ണെണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് ഇതിനകത്തൂടെ കറക്റ്റ് ചെയ്തിട്ടാണ് ഇതിനെ തണുപ്പിച്ച് സെറ്റ് ആക്കി ഇവിടെ വരും. ഇത് കണ്ടുപിടിച്ചാറ തല മണ്ണെണ്ണ വെച്ചിട്ട് ഒരു രക്ഷയില്ല. ഇത് 1950-കളിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതലും വന്നേക്കുന്ന 62 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായിരുന്നു. ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് കറണ്ട് കുറവായിരുന്നു ഇന്ത്യയിൽ പല സ്ഥലത്തും. അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. കറണ്ട് കുറവായപ്പോൾ ഈ മരുന്നുകൾ സൂക്ഷിക്കണമെന്നുള്ള ഫ്രിഡ്ജ് വേണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് ഈ ഒരു ഫ്രിഡ്ജ് വന്നത്. ഇത് കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഇത് ഉള്ളിടത്തൊക്കെ ഈ പറഞ്ഞതിൻ്റെ കൂടെ പൊളിഞ്ഞു പോവുകയോ ആക്രിക്കാർ കൊണ്ടുപോയി നശിപ്പിക്കുകയോ ചെയ്യും. ഇത് പുതിയ തലമുറയിലുള്ള കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇനി മണ്ണെണ്ണ പ്രവർത്തിക്കുന്ന ഫാൻ ഞങ്ങൾക്ക് നമുക്ക് കാണാം. ഫാനുണ്ട്, മറ്റേ തേപ്പൂട്ടുണ്ട്, ഇതൊക്കെ കാണാം. ഇത് നമ്മുടെ മണ്ണെണ്ണ പ്രവർത്തിക്കുന്ന നമ്മുടെ ചിമ്മിനി വിളക്കെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാളവണ്ടിയിലും അല്ലാതെയൊക്കെ തൂക്കിയിടുന്ന ഒരു സാധനമാണ്. ഇത് നമ്മുടെ വിളക്ക് മറക്കാൻ പറ്റാത്ത എല്ലാവരുടെ വീട്ടിലുണ്ട്. മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലാണ് ഞാൻ പഠിച്ച് കളക്ടറായത്, എഞ്ചിനീയർ ആയത്, ഡോക്ടർ ആയതൊക്കെ പറയത്തില്ലയോ. ഇത് ചിമ്മിനി ഇതായിട്ടുള്ള വിളക്കാണ്. താഴെ ഇതും പിന്നെ ഗ്ലാസും ഇതും ഉള്ളതാണ്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 1818 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. ഇതിനകത്തെല്ലാം ഉണ്ട്, എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്നത്തെ ഒരു പെട്രോമാക്സ് ആണ് ഇത്. അതേപോലെ നല്ല പഴക്കമുള്ള ഒരു പെട്രോമാക്സ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന 2 അടിപൊളി സാധനങ്ങളാണ്. എല്ലാം മണ്ണെണ്ണയില എല്ലാം. ഇനി അടുത്ത നമുക്ക് കാണാം സ്റ്റൗകള്. ഇതൊന്നും ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ആ ഫ്രിഡ്ജ് കണ്ടതിന്റെ കൂട്ടാണ് ഇത് മണ്ണെണ്ണ സ്റ്റൗ ആണ്. ഇതിനകത്ത് മണ്ണെണ്ണ നിറയ്ക്കും. എന്നിട്ട് കറക്റ്റ് താഴോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഇവിടാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും സ്വിച്ച് മറ്റേ ഓൺ ആക്കുന്ന എല്ലാം ഇവിടെ ഉണ്ട്. ഇതിന്റെ കോട്ടിങ് ഉണ്ടോ, അന്ന് കോട്ട് ചെയ്ത സാധനം ഇളകിയിട്ടില്ല, അത്ര ക്വാളിറ്റി. അതേ ഇതുണ്ടോ, അത് ഒറ്റ ഇതായിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റൗകളാണ്, ഇതെല്ലാം പല ടൈപ്പ് സ്റ്റൗ. ഇതാണ് ഏറ്റവും ചെറിയ സ്റ്റൗ. ഇത് പട്ടാളക്കാരൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ പിന്നെ ഏറ്റവും കൂടിയ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സ്ഥലത്ത്, ഏറ്റവും തണുപ്പുള്ള സ്ഥലത്ത് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാത്രം വെക്കാൻ പറ്റും, എന്നിട്ട് കത്തിക്കാൻ പറ്റും. അപ്പൊ ഈ മണ്ണെണ്ണയുടെ കുറെ സാധനങ്ങൾ നിങ്ങളുടെ ശിലാബ് മ്യൂസിയത്തിൽ എത്തിയാൽ നേരിട്ട് കാണാൻ പറ്റും. അടുത്തത് ഇത് മണ്ണെണ്ണ ഹീറ്ററാണ്. ഇത് കണ്ടോ, മണ്ണെണ്ണ ഇതിനകത്ത് ഒഴിക്കും. ഇതൊക്കെ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, പേരുണ്ട്. ഇത് നമ്മുടെ ഈ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും അവിടെ തണുപ്പ് കൂടുതലാണ്. അപ്പൊ ഹീറ്ററായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല കറണ്ടും അവിടെ കുറവായിരുന്നു. ആ ടൈമിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് 2 ടൈപ്പ് നമ്മുടെ ഉണ്ട്. മേളിൽ സ്ക്വയർ ടൈപ്പ് ഉണ്ട്, ഇതിന് പുറം തന്നെ ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് ഹീറ്റർ മണ്ണെണ്ണ പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തത് കണ്ടേ, മണ്ണെണ്ണ പ്രവർത്തിക്കുന്ന തേപ്പൂട്ടി. ഇത് കണ്ടോ, തേപ്പൂട്ടി മണ്ണെണ്ണ. ഇതുപോലെ ഇതിനകത്ത് മണ്ണെണ്ണ ഇവിടെ ഒഴിച്ചിട്ട് പമ്പ് ചെയ്തിട്ട് നമ്മൾ തേക്കാനായിട്ട് ഉപയോഗിക്കും. ഇതിനകത്ത് കത്തിച്ചിട്ട് കറക്റ്റായിട്ട് തേക്കാൻ പറ്റും. ഇനി അടുത്തത് കണ്ടോ, മണ്ണെണ്ണ ഫാന്. അത് നമ്മൾ പ്രവർത്തിച്ച് കാണിച്ച വീഡിയോ ആണ്. ഇത് മണ്ണെണ്ണ ഫാനാണ്. അപ്പൊ മണ്ണെണ്ണയിലുള്ള കുറെ ഐറ്റങ്ങളാണ് നമ്മളിപ്പോ കണ്ടതല്ല.